ജന്മനാട്ടിൽ കൂടി ഒരു വ്ളോഗ് പോയാലോ? ഒരുപാടൊന്നുമില്ല, ചെറിയൊരു കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ള കുളമാണ്. അടുത്ത ക്ഷേത്രത്തിലാണ്, കാട്ടിത്തരാട്ടോ. കണ്ടില്ലേ? ക്ഷേത്രക്കുളമാണിത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കുളമാണ് ഈ ക്ഷേത്രം. പിള്ളേരൊക്കെ പിള്ളേരൊക്കെ കുളിക്കുകയാണ് കുളത്തിൽ. അതുകൊണ്ടാണ് ആൺപിള്ളേർ കുളിക്കുമ്പോൾ നമ്മളങ്ങനെ, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും കുളിക്കുമ്പോൾ നമ്മളങ്ങനെ എടുത്ത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അധികം കാണിക്കാഞ്ഞത്. എങ്ങനെയുണ്ട് എൻ്റെ ഗ്രാമഭംഗി? വളരെ നന്നായിട്ടില്ലേ? ക്ഷേത്രക്കുളമാണ്. കുളത്തിൻ്റെ മുൻവശത്ത് എന്താണ് ക്ഷേത്രമാണ്. അഞ്ചുമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഒറ്റ കയ്യിലൊരു സ്റ്റിക്കെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഒരു കുന്തവും ഇല്ല, ഒറ്റ കയ്യിലാണ് അംഗം. തറയിൽ പോയാൽ ഫോണിൻ്റെ ഒരു പൊടി പോലും കിട്ടില്ല. കാരണം സ്ക്രീൻ കാർഡൊന്നും ഒട്ടിച്ചിട്ടില്ല ഫോൺ മേടിച്ചിട്ട്. ഒന്ന് പാസ് ചെയ്യട്ടെ. അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. പക്ഷേ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നുമില്ല, വളരെ ശാന്തമാണ്. എന്നാലും അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോക്കാട്ടോ ഞാൻ. അയ്യോ, നടന്ന് വയ്യ. കുറേ ദൂരം നടന്ന് വന്നു. ഒരു അണ്ണാറക്കണ്ണനെ കണ്ടല്ലോ. ഞാനിപ്പോൾ കണ്ടതാണ്. ചാടി അതതിൻ്റെ പണി നോക്കിപ്പോയി. വയലിൻ്റെ ഭാഗത്താണ് അവളുടെ വീട്. ഇതൊക്കെ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ? ചെറിയ തോടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ സ്കൂളിൻ്റെ മുന്നിലായിട്ട് കുറേ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കണ്ടു. അങ്ങനെ അത് ഒരു 20 രൂപയ്ക്ക് മേടിച്ചു. അത് ശരിക്കും ഇവിടെയൊക്കെ ഭയങ്കര പന്നിയുടെ ശല്യമാണ്. ഇവിടെ കുത്തി മറിച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതെല്ലാം പന്നി കാണിച്ച് വെച്ചിരിക്കുന്ന വേലകളാണ്. ഇത് ഇവിടെ ഒരു സമയം കഴിയുമ്പോൾ പന്നി വരും. എന്നെ കണ്ടിട്ടാണ്. ഇത് കണ്ടില്ലേ ടെറസിൻ്റെ മണ്ടയിൽ? ബൗ അങ്ങനെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. മഴയാകുമ്പോൾ നല്ല രസമാണ്. ഈ വെള്ളമെല്ലാം നിറഞ്ഞൊഴുകും ഇതിൻ്റെ മുകളിലൂടെ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട് എത്തിയിരിക്കുകയാണ്. അനിയത്തിയും അനിയനും മോനും കൂടി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. വഴിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ മോനും അനിയത്തിയുടെ മോളും ഉണ്ട്. അപ്പോൾ ഒരു നിമിഷം, എൻ്റെ ദൈവമേ, ശരിക്കും പറയണമെങ്കിൽ സ്കൂളിൻ്റെ അവിടെ വെച്ച് മേടിച്ച നെല്ലിക്ക എൻ്റെ ബാഗിനകത്തിരിക്കുകയാണ്. കൊതിയായിട്ട് വയ്യ തിന്നാനായിട്ട്. ഇനി അകത്ത് കയറിയിട്ടേ കഴിക്കാൻ പറ്റൂ. കാരണം എനിക്ക് മറ്റൊന്നും കഴിക്കത്തില്ല. മധുരങ്ങൾ കലർന്ന ഒന്നും കഴിച്ചുകൂടാ. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ കഴിക്കാം. അയ്യോ, കയറി പോകട്ടെ. 18-ാം പടി കുറച്ച് തേരി ഇങ്ങനെ. ഇവിടെ ഇനി തറയൊക്കെ ഒന്ന് ലെവലാക്കാനുണ്ട്. കരിഞ്ഞ റോസ, ഇതൊക്കെയാണ്. ഇനി അകത്തോട്ട് പോവാം. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് കിടക്കുകയാണ്. സാധാരണ കാവൽ കിടക്കുന്നത് പട്ടിക്കുട്ടിയാണ്. ഇതൊരു പൂച്ചയാണ്, മണിക്കുട്ടൻ എന്ന പേരുള്ള പൂച്ചയാണ്. അവൻ ഉറങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ അനിയത്തിക്ക് മേടിച്ച ഗിഫ്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ഒരെണ്ണം, ഒരു പച്ച, ഒരു പീച്ച് കളറ്, പിന്നെ ഒരു കാപ്പിപ്പൊടി കളറ്. പിന്നെ ഒരെണ്ണം ഈ നൈറ്റ് ഡ്രസ്സാണ്. ഇതാ നൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയുള്ള പാൻറ്റ്. അപ്പോൾ ഇത് മാത്രമാണ് ഗിഫ്റ്റായിട്ട് മേടിച്ചത്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്, സമയം ഒരുപാടായി. ഇതൊക്കെയെന്ന് വെച്ചാൽ അവളിങ്ങനെ ബേക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമൊക്കെ മേടിച്ചിട്ട് ഇത് വറുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പോപ്കോണൊക്കെ അവളാണ് വറുത്ത് കൊടുക്കുന്നത്, ഈ സംഭവങ്ങൾ ഒക്കെ. പിന്നെ ഈ ഒരു ബക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ ബോളിയാണ്. ബോളി കണ്ടോ, നല്ല മണം. എനിക്കിതൊക്കെ കണ്ടിട്ട് കുടിച്ചിറക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ, കാരണം എനിക്കിത് കഴിച്ചുകൂടാ. ഫാറ്റ് ലിവർ ഉള്ളതുകൊണ്ട് കഴിച്ചുകൂടാ. കണ്ടില്ലേ, മുതുക്ക് ബോളികളാണ്. ഒരു ബോളിക്ക് 10 രൂപ വെച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇതുണ്ടാക്കി വെച്ചിട്ട് ഇതിന് വന്നപ്പോഴേ ഒരെണ്ണം ഞാനെടുത്ത് തിന്നു. എനിക്ക് ശരിക്കും കഴിച്ചുകൂടാത്തതാണ്. വീട്ടിലറിഞ്ഞ് എന്നെ കൊല്ലും. ആരുടെയും പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു. അനിയത്തിയോട് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്നതൊന്നും പാക്ക് ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ട് ഇതിലെല്ലാത്തിലും രസം എന്താണെന്ന് വെച്ചാൽ ഈ ബോളി ഉണ്ടാക്കുന്നത് അനിയത്തിയല്ല, അനിയത്തിയുടെ മോള് +1 പഠിക്കുന്ന കുട്ടിയാണ് ബോളി ഉണ്ടാക്കുന്നത്. വെറും +1 മാത്രം പഠിക്കുന്ന കുട്ടിയാണ് ഈ ബോളിയുടെ ആൾ. അപ്പോൾ ഇതുപോലെയാണ് ഇത് സീൽ ചെയ്യുന്നത്, പാക്ക് ചെയ്ത്. ഈ ഒരു പാക്കിന് എത്ര രൂപയാണ്? ഇത് നല്ല വലിപ്പത്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബോളി. ഈ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ദൈവമേ, പൊട്ടിയായി ഇവളെന്നെ കൊണ്ടു. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് ബോളി. നല്ല മുട്ടൻ ബോളിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഒരു ബോളിക്ക് 10 രൂപയേ ഉള്ളൂ. ഈ ബോളി ഉണ്ടാക്കുന്നത് എൻ്റെ അനിയത്തിയല്ല, എൻ്റെ അനിയത്തിയുടെ മോളാണ്. പക്ഷേ ചെറിയ കുട്ടി ആയതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. ആകെ +1 മാത്രം പഠിക്കുന്ന ഒരു കുരുന്നാണ്. അപ്പോൾ ഇവിടെ ഇവളാണ് നമ്മുടെ മിമി. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ആൾ, പെറ്റ് കിടക്കുന്ന ആളാണ്. 3 മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ.